ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2023 നവംബർ 18 നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, ലബോറട്ടറി അസിസ്റ്റന്റ്, LD ക്ലർക്ക്, കെയർ ടേക്കർ, മെയിൽ വാർഡൻ, ക്ലേ വർക്കർ എക്സാമിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 228/2023. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ എന്നത് ശരിയാണ്. ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്നത് തെറ്റാണ്. ഖേദ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് എന്നതും ശരിയാണ്. അപ്പോൾ ശരിയായ ഉത്തരം 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ്, 1917. ഖേദ സത്യാഗ്രഹം ഗുജറാത്ത്, വർഷം 1918. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്താണ്, വർഷം 1918. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായതേത്? തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി എന്നത് ശരിയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തെറ്റായത് ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന 1ആണ്. തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. അപ്പൊ ശരിയായ ഉത്തരം, തെറ്റായ പ്രസ്താവന 1 മാത്രമാണ്. തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. കണ്ണീരും കിനാവും ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലകൻ എന്നത് ശരിയാണ്. യങ് ഇന്ത്യ ആനി ബസന്റ് എന്നത് തെറ്റാണ്. യങ് ഇന്ത്യ ഗാന്ധിജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി എന്നതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 തന്നെയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് വോൾട്ടയർ അല്ല, റൂസോയാണ്. അപ്പോ തെറ്റായത് ഓപ്ഷൻ എ 3 മാത്രം എന്നതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ചൈനയിലാണ്. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ചൈനയാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബറിലാണ്. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം എന്നത് ഹൈവേ ആണ്.
സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് PSLV ആണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57 ആണ്. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു എന്ന പ്രസ്താവന ശരിയാണ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്ന പ്രസ്താവനയും ശരിയാണ്. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് എന്നതും ശരിയായ പ്രസ്താവനയാണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിക്കപ്പെട്ടത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. സ്വാശ്രയത്വം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെ ആയിരുന്നു. ഇന്ത്യയിൽ നടപ്പിലാക്കിയ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു എന്നത് ശരിയായ പ്രസ്താവനയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്നതും ശരിയായ പ്രസ്താവനയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു എന്നതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന 1 മാത്രമാണ്. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്ന പ്രസ്താവന ശരിയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നതാണ്. G20 ഉച്ചകോടി 2023 നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. നരേന്ദ്രമോദിയായിരുന്നു ചെയർമാൻ. 2023 ഇന്ത്യയിൽ വെച്ച് നടന്നത് 18ാമത്തെ G20 ഉച്ചകോടിയാണ്. 18ാമത്തെ ഉച്ചകോടിയുടെ മുദ്രാവാക്യമായിരുന്നത് വസുദൈവ കുടുംബകം എന്നതാണ്. അടുത്ത ചോദ്യം, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയത് 1881. ഇന്ത്യയിൽ കനേഷുമാരി തുടങ്ങിയ വർഷം 1881. ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്നാൽ പരോക്ഷ നികുതി മാത്രമാണ്. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളെയെല്ലാം ചേർത്ത് ഒറ്റ നികുതിയായി നടപ്പിലാക്കിയതാണ് GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ റോവിംഗ്, ചെസ്, ഗോൾഫ് എന്നിവയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങളാണ് റോവിംഗ്, ചെസ്, ഗോൾഫ് എന്നിവ. ഹോക്കി, ക്രിക്കറ്റ്, കബഡി, ആർച്ചറി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ് ഇവയിലെല്ലാം ഇന്ത്യ സ്വർണം നേടിയിരുന്നു. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ
നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് രചിച്ച ഗ്രന്ഥം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥമാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് VP മേനോനാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് രചിച്ചത് VP മേനോനാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ രചിച്ചത് ഖുഷ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ രചിച്ചത് ഖുഷ്വന്ത് സിംഗ് ആണ്. വിങ്സ് ഓഫ് ഫയർ രചിച്ചത് APJ അബ്ദുൽ കലാം ആണ്. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശരിയായ പ്രസ്താവനയാണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ എന്നതും ശരിയായ പ്രസ്താവനയാണ്. 1, 3, 4 ശരിയായ പ്രസ്താവന. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും എന്നതും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം എന്ന പ്രസ്താവനയും ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല എന്നതും ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അത് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ശരിയായ ഉത്തരം 1, 3, 4 എന്നിവയാണ്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹസാന്ത്വനം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹസാന്ത്വനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ് എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ എന്നതും ശരിയായ പ്രസ്താവനയാണ്. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത് എന്നതും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന 3-ാമത്തേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തി
എ ഷാജഹാൻ ആണ്. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 2. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു എന്നത് ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു എന്നതും ശരിയായ പ്രസ്താവന തന്നെയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേഷ്യൻ നാളിയാണ്. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന പ്രസ്താവന ശരിയാണ്. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നതും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ 1, 3, 4 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. IUCN അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. IUCN അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. 1948 IUCN സ്ഥാപിതമായത്. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് IUCNന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം എയ്ഡ്സ് ആണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവയാണ്. 1, 2 ശരിയായ ഉത്തരം. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവ ജനിതക രോഗങ്ങളാണ്. ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F = R/2 എന്നാണ്. അതായത് വക്രതാ ദൂരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഇവിടെ വക്രതാ ദൂരം എന്ന് പറയുന്നത് 20 ആണ്. 20/2 10 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 4 അംശബന്ധം 1. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം 4:1 ആയിരിക്കും. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് അൾട്രാ വയലറ്റ് തരംഗം. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം അൾട്രാ വയലറ്റ് തരംഗമാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? 14 ഭൗമദിനങ്ങൾ. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? 14 ഭൗമദിനങ്ങൾ. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം പിയറി അഗോസ്റ്റിനി, ഫെറേൻ ക്രൗസ്, ആൻ ലുലിയർ എന്നിവർക്ക് ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി, ഫെറേൻ ക്രൗസ്, ആൻ ലുലിയർ. ആർക്കൊക്കെയാണ് 2023 ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചത്? പിയറി അഗോസ്റ്റിനി, ഫെറേൻ ക്രൗസ്, ആൻ ലുലിയർ. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക എന്നതാണ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്, HCl, HNO3. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് HCl-ഉം HNO3-യുമാണ്. അടുത്ത ചോദ്യം, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. ഏകാത്മക മിശ്രിതം. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ. നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് മൗഗി ബാവേണ്ടി, ലൂയി ഈബ്രസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 നൊബേൽ സമ്മാനം രസതന്ത്രത്തിൽ നിന്ന് ലഭിച്ചത്. മൗഗി ബാവേണ്ടി, ലൂയി ഈബ്രസ്, അലക്സി എക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം CaO അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം കാൽസ്യം ഓക്സൈഡ് ആണ്. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് അലിംഗം. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ഹർമൻപ്രീത് കൗർ ആണ്. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ഹർമൻപ്രീത് കൗർ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ്? PP രാമചന്ദ്രന്റെ.
ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്നത് പി രാമചന്ദ്രന്റെ വരികളാണ്. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് BNCAP. വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് BNCAP. ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻ പിള്ള, പീറ്റർ സ്കോട്ട് എന്നത് ശരിയായ ജോഡിയാണ്. MG വാസുദേവൻ നായർ, ഹെമിംഗ്വേ എന്നതും ശരിയാണ്. ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ എന്നതും ശരിയാണ്. ശരിയായ ജോഡി 1, 2, 3 ഓപ്ഷൻ ഡി ആണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ള, കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MG വാസുദേവൻ നായർ, കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പുമാണ്. കഥകളി വിജ്ഞാനകോശം രചിച്ചത് അയ്മനം കൃഷ്ണക്കൈമളാണ്. കഥകളി വിജ്ഞാനകോശം രചിച്ചത് അയ്മനം കൃഷ്ണക്കൈമൾ. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 59ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ശരിയായ പ്രസ്താവനയാണ്. ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത് എന്നതും ശരിയായ പ്രസ്താവനയാണ്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ എന്നതും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലായും മാറ്റുന്ന ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യാറുള്ളത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് സ്വിച്ച് വിവരം അയക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി 2000 ഒക്ടോബർ 17 ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ITI 2000 അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്തത് 2000 ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. GNU ലിനക്സ് EXT4 ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS, ആപ്പിൾ മാക് OS X HP FS ആണ്. അപ്പൊ ശരിയായ ജോഡി 1, 2, 2, 3, 3, 1 എന്നതാണ്. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരമാണ് ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരമാണ് ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ഉത്തരം, ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ്. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ശരിയായ പ്രസ്താവനയാണ്. ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നതല്ല. അപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു?
കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്താണ്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമാക്കി സ്വീകരിക്കുകയോ ചെയ്താൽ. മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ ബന്ധു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബാധ്യസ്ഥനാണ്. മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ മുതിർന്ന പൗരനെ പരിപാലിക്കാൻ ബന്ധു ബാധ്യസ്ഥനാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ 3 വർഷത്തിൽ കൂടാത്ത തടവാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ 3 വർഷത്തിൽ കൂടാത്ത തടവ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ. താഴെ പറയുന്നവയിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ? ആരാണ്? ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ. നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ഇനി അടുത്ത 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. 81ാമത്തെ ചോദ്യം, ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി എന്നതാണ് ശരിയായ ഉത്തരം. ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി. ഷീ ഡാഷ് സിംഗ് ഫോർ 2 hours. സിംഗിന്റെ ഏത് ഫോമാണ് ഇവിടെ വരുന്നത്? ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours എന്നതാണ് ശരിയായ ഉത്തരം. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ് വരുന്നത്. ശരിയായ ഉത്തരം ഡസ് ഹി ആണ്. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഡസ് ഹി. Choose the correct passive form of the sentence given below. He is painting the house. The house is being painted by him എന്നതാണ് ശരിയായ ഉത്തരം. Choose the correct form of the verb to make conditional sentence. If I were a millionaire, I dash generously to good causes. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. I would give. If I were a millionaire, I would give generously to good causes. Choose the correct antonym of the given word defeat. Defeat എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് triumph ആണ്. ഡിഫീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് triumph. Choose the correct phrasal verb to complete the sentence. Why did you dash our meeting? ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് call off എന്നതാണ്. call off എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. call off എന്ന phrasal verb അർത്ഥമാക്കുന്നത് ക്യാൻസൽ എന്നാണ്. Why did you call off our meeting? Choose the correct synonym of the word sublime. Sublime എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്ന വാക്ക് noble എന്നതാണ്. sublime എന്നത് ഉന്നതമായ, ശ്രേഷ്ഠമായ എന്നൊക്കെ അർത്ഥമാവുന്ന വാക്കാണ്. The feminine gender of fox is vixen. Fox എന്ന് പറഞ്ഞാൽ ആൺകുറുക്കൻ, vixen പെൺകുറുക്കൻ. Which is the correct spelling? ഇവിടെ ശരിയായ സ്പെല്ലിംഗ് ഓപ്ഷൻ സി ആണ്. MILLENNIUM എന്നതാണ് മില്ലേനിയം എന്നതിന്റെ ശരിയായ സ്പെല്ലിംഗ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം വായസമാണ്. വായസം എന്നാൽ കാക്ക എന്നാണ് അർത്ഥം. ഗരദം, ഗരളം, ക്ഷേളം എന്നിവയെല്ലാം വിഷത്തിന്റെ പര്യായ പദങ്ങളാണ്. ഗരദം, ഗരളം, ക്ഷേളം എന്നിവയൊക്കെ. വായസം എന്ന വാക്കിന്റെ അർത്ഥം കാക്ക എന്നാണ്. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? മാരാർ പൂജക ബഹുവചനമാണ്. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? കുട്ടിയാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അത്ഭുതം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്.
അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം വരുന്ന പ്രയോഗ ശൈലിയാണ് അഴകിയ രാവണൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി അഴകിയ രാവണൻ. താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദമാണ് ക്ഷിതി. ഭൂമി എന്നർത്ഥമുള്ള പദം ക്ഷിതിയാണ്. നിന്ദ എന്ന പദത്തിന്റെ വിപരീതമാണ് സ്തുതി. നിന്ദ എന്ന പദത്തിന്റെ വിപരീതം സ്തുതിയാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നതാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥമാണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം വഴിയുണ്ട് എന്നതാണ്. വഴി പ്ലസ് ഉണ്ട്, വഴിയുണ്ട് ആഗമസന്ധിക്ക് ഉദാഹരണം. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം.